ശ്രീ പി സഞ്ജീവ്, സംസ്ഥാനത്ത് ഒരു ക്യാമ്പസിൽ നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ വായിച്ചു കേൾപ്പിച്ചതുപോലെ വിൽക്കാൻ കണക്കിന് കിലോ കണക്കിന് കഞ്ചാവ് എത്തുന്നു. അത് സൂക്ഷിച്ചു വെക്കാൻ ഹോസ്റ്റൽ മുറിയിൽ ഇടം കിട്ടുന്നു. അത് തൂക്കി വിൽക്കാൻ ത്രാസടക്കമുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നു. കള്ളുകുപ്പികൾ ആവശ്യത്തിന്, അത് അളന്നു കുടിക്കാൻ അളവ് പാത്രങ്ങൾ, ഇതൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയുമോ? അതോ സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ വ്യാപക പരിശോധന നടത്തിയാൽ ഇതിനപ്പുറത്ത് ലഹരി കണക്ക് കണ്ടു ഞെട്ടേണ്ടി വരുമോ? അല്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സംസ്ഥാനത്തെമ്പാടും വിവിധ ക്യാമ്പസുകളിൽ ഇതുപോലെ സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരുന്നു, മിന്നൽ പരിശോധന ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് രാവിലെ സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സംസ്ഥാന വ്യാപകമായി ഈ പരിശോധന ഉണ്ടായിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലായി ചർച്ച ചെയ്ത് വരുന്ന ഒരു വലിയ ആൻറ്റി ഡ്രഗ് ഡ്രൈവിനെതിരെ, ആ ഡ്രൈവിന് ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ അവതരിപ്പിച്ചതുപോലെ തന്നെ ആ കേസിൻ്റെ FIR കണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ അവരുടെ പരിശോധന, ആ പരിശോധനയ്ക്കൊടുവിൽ 1 കിലോ 1.909 കിലോഗ്രാം കഞ്ചാവ് പിടിക്കപ്പെട്ടു. ഇതാണ് കണക്ക്. ഇതിലെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുള്ളത് ആകാശ് M. ഇതാണ് ഒരു FIR. മറ്റൊരു FIR കൂടിയുണ്ട്. അങ്ങനെ 2 FIR ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നം എന്ന നിലയിൽ തന്നെ ഞങ്ങൾ ഇതിനെ കാണുന്നു. ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് എല്ലാ തരത്തിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണെന്നും ഈ പ്രവണത നമ്മുടെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് ഇത്തരം ലഹരി മയക്കുമരുന്ന് മാഫിയകൾ വേരുറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നത്, ഒരു ആധുനിക സമൂഹത്തെ ഇല്ലാതാക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതിൽ ഞങ്ങൾ രാവിലെ തൊട്ടേ കണ്ടിട്ടുള്ളൊരു കാഴ്ച, രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ 8 മണി സമയത്ത് തന്നെ ഈ ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ സംഘടനയുടെ പേര് ഒരു ഭാഗത്ത് പ്രത്യേകമായി സൂക്ഷിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അത് തീർച്ചയായും അതിൻ്റെ ഭാഗമായി നിങ്ങൾ ആരോപിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ നിങ്ങൾ രാവിലെ തൊട്ട് ഒരു വലിയ സമയം വരെ ഇപ്പോഴും ആ വിദ്യാർത്ഥിയെ നിങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു, ഏത് വൈദ്യ പരിശോധനയ്ക്കും ഈ നിമിഷത്തിലും തയ്യാറാണ്, ഈ നിമിഷം വരെയും അത്തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ 2 കിലോക്ക് അടുത്തോളം വരുന്ന ഈ കഞ്ചാവ് പിടിച്ച ആളുകളുടെ പശ്ചാത്തലത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, ഇതിൽ രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയ ചർച്ച തുടങ്ങിയിട്ടത് നിങ്ങളാണ്, മാധ്യമങ്ങളാണ്. അതിൻ്റെ തുടർച്ച ഉണ്ടാക്കിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പക്വതയോടെ ഇടപെടണം, ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നൊക്കെ മാധ്യമ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ശരി, അതൊക്കെ പറയാൻ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് സ്വാഭാവികമായും ധാർമ്മികമായും ഒക്കെ അവകാശമുണ്ട് എന്നുള്ളത് ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇതിപ്പോ പക്ഷേ അങ്ങ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അങ്ങ് പറയുന്നുണ്ട് 2 കിലോ കഞ്ചാവ് പിടിച്ച യൂത്ത് കോൺഗ്രസിന്റെ, ഒരു നിമിഷം, KSUവിന്റെ പ്രവർത്തകന്റെ പേര് പറയുന്നില്ല, വെറും 300 ഗ്രാം പിടിച്ച ഞങ്ങളുടെ പ്രവർത്തകന്റെ പേര് പറയുന്നുണ്ട്, അഭിരാജിനെ തള്ളിക്കളയുന്നുണ്ട്. അതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് PS സഞ്ജീവ് തന്നെ പറയുന്നുണ്ട്. അല്ലേ? അല്ല, അങ്ങനെയല്ല. അല്ല, അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. 300 ഗ്രാം അല്ല, അത് നിങ്ങൾ വസ്തുത വിട്ടുപോയത്. 9 ഗ്രാം അയാളുടെ റൂമിൽ, അയാളുടെ പൊസഷനിലല്ല, അയാളുടെ കയ്യിലല്ല, അയാളുടെ പോക്കറ്റിലല്ല, അയാളുടെ റൂമിൽ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ റൂമിൽ നിന്ന് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ് അയാളുടെ പേരിൽ ഇപ്പോൾ FIR ഫയൽ ചെയ്തിരിക്കുന്നത്. ആ ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥിക്ക് ജാമ്യം കിട്ടി ഉടനെ നേരെ എത്തുന്നത് ക്യാമ്പസിലാണ്. അയാൾ നിങ്ങളെ മുഴുവൻ പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏത് പരിശോധനയ്ക്കും തയ്യാറാണ്. എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ചർച്ച തുടങ്ങി ആദ്യം വായിച്ചത് ആകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്. ആകാശ് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനല്ലല്ലോ, അല്ലേ? ആകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഞാൻ ആദ്യം വായിച്ചത്. KSU പ്രവർത്തകനാണ്. അത് ചോദിക്കാൻ ഞാൻ അബിൻ വർക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ അബിൻ വർക്കിയോട് അത് ചോദിക്കും. അങ്ങ് അത്ര മുൻധാരണ വെക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ പൊസഷനിലല്ലാതെ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് 300 ഗ്രാം കഞ്ചാവ് കിട്ടി എന്നങ്ങ് പറയുന്നു. 9 ഗ്രാം അദ്ദേഹത്തിന്റെ പൊസഷനിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നു, 300 അല്ല.
300 ജാഗ്രത കുറവ് എന്താ കാര്യം? ഞാൻ പറഞ്ഞു ജാഗ്രത കുറവുണ്ടായിട്ട്. എന്താ ജാഗ്രത കുറവുണ്ടായത്? ആ റൂമിൽ നിന്ന്, അയാൾ താമസിക്കുന്ന റൂമിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അറിവ് ആ കഞ്ചാവ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് ജാഗ്രത കുറവുണ്ടായിട്ടുള്ളൂ. അയാൾ SFIയുടെ ഭാഗമാണ്, ഒരു യൂണിയൻ പ്രവർത്തകനാണ്. തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. ശ്രീ പി എസ് സഞ്ജീവ്, ആകാശ് KSUകാരനാണ് എന്നങ്ങ് പറയുന്നുണ്ടല്ലോ. ഞാൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിയോട് അത് ചോദിക്കുകയും ചെയ്യാം. ഞാൻ ഇതുവരെ പറഞ്ഞത് ഒരൊറ്റ നിമിഷം, ഞാനല്ല, ആരാ പറഞ്ഞതെന്നറിയോ? ഒരു നിമിഷം, ആരാ പറഞ്ഞതെന്നറിയോ? അല്ല ആരാ പറഞ്ഞത്? ശരി, ഈ അഭിരാജ് ഇവിടെ നേരത്തെ പറഞ്ഞ ആദിൽ നിഷാൻ. ശരി, ഞാൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തമ്മിൽ ഒരു ആശയവിനിമയത്തിലൊരു പ്രശ്നമുണ്ട്, സാങ്കേതിക പ്രശ്നമാണ്. എന്നിരുന്നാൽ പോലും ഞാനത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ശ്രീ പി എസ് സഞ്ജീവ് പറഞ്ഞിട്ടേ ഞാൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിലേക്ക് പോവുകയുള്ളൂ. ശ്രീ പി എസ് സഞ്ജീവ്, ഈ 1.909 കിലോഗ്രാം കഞ്ചാവ് ആകാശിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ആകാശിന്റെ റൂമിൽ നിന്ന്, പൊസഷനിൽ നിന്നോ അല്ലാതെയോ പിടികൂടിയിട്ടുണ്ട്. ജാഗ്രത കുറവാണെന്ന് നിങ്ങൾ പറയുമോ? ഈ ആകാശ് എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ പെഡ്ലറാണ്, ഡ്രഗ് പെഡ്ലറാണ്. ഇയാൾ ഇത് വിൽക്കുകയും ഇതിനെ വിതരണം ചെയ്യും, ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ വാക്ക് അല്ല, അതാ പറഞ്ഞത്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു, അയാൾ ഏത് വൈദ്യ പരിശോധനയ്ക്കും തയ്യാറാണ്. അയാൾ ജീവിതത്തിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല, അയാൾ ഇത് വിൽപ്പനക്ക് നിൽക്കാറില്ല. അയാളുടെ ജാഗ്രത കുറവ് ഞാൻ സൂചിപ്പിച്ചത് എന്താണ്? SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് എന്താണ്? വ്യക്തിപരമായ സാക്ഷ്യപത്രം ആ കാര്യത്തിൽ അഭിരാജിന് കൊടുക്കാൻ തയ്യാറാണ്, അങ്ങയുടെ പാർട്ടിയും അത് കൊടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങിലേക്ക് വരാം.